രാജസ്ഥാനിലെ പൊക്രാനിൽ വ്യോമസേനയുടെ കരുത്ത് വിളിച്ചോതുന്ന വായുശക്തി 2026 അഭ്യാസ പ്രകടനം ഈ മാസം 27-ന് നടക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടക്കുന്ന ആദ്യത്തെ വ്യോമാഭ്യാസ പ്രകടനമാണിത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ വിറപ്പിച്ച റഫാൽ വിമാനങ്ങളും US-ൽ നിന്നും ഇന്ത്യ കരസ്ഥമാക്കിയ അപ്പാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്ററും ചിനൂക്ക് ഹെലികോപ്റ്ററുകളും അഭ്യാസത്തിൽ പങ്കെടുക്കും. ആത്മനിർഭർ ഭാരത് എന്ന ദർശനത്തിനനുസൃതമായി വ്യോമാതിർത്തി ആധിപത്യം, ദീർഘദൂര കൃത്യതയുള്ള ടാർഗറ്റിംഗ്, മൾട്ടി ഡൊമെയിൻ പ്രവർത്തനങ്ങൾ, തദ്ദേശീയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നിർണായക ഫലങ്ങൾ നൽകാനുള്ള കഴിവ് എന്നിവയിൽ വ്യോമസേനയുടെ പ്രാഥമികത വീണ്ടും ഉറപ്പിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയവും ഈ അഭ്യാസം എടുത്തു കാണിക്കും. ആദ്യത്തെ വേഗതയേറിയതും ഏറ്റവും ശക്തമായതുമായ പ്രതികരണശേഷിയുള്ള വ്യോമസേനയെ വിശേഷിപ്പിച്ച സർവീസ് ശത്രുവിനെ വേഗത്തിൽ ശിക്ഷിക്കാനും തുടക്കം മുതൽ തന്നെ പ്രവർത്തന അന്തരീക്ഷത്തിൽ ആധിപത്യം സ്ഥാപിക്കാനും തന്ത്രപരമായ പ്രവർത്തനങ്ങളെ തന്ത്രപരമായ ഫലങ്ങളാക്കി മാറ്റുന്നതിലൂടെ പ്രവർത്തനങ്ങളുടെ ഗതിയെ നിർണായകമായി സ്വാധീനിക്കാനുമുള്ള അതിന്റെ കഴിവ് ഈ അഭ്യാസം പ്രദർശിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സംഘർഷ മേഖലകളിൽ നിന്നും ദ്രുതഗതിയിലുള്ള എയർലിഫ്റ്റ്, രക്ഷാപ്രവർത്തനം, ഒഴിപ്പിക്കൽ എന്നിവയുൾപ്പെടെ മാനുഷിക സഹായത്തിലും ദുരന്ത നിവാരണത്തിലും വ്യോമസേന എങ്ങനെ നിർണായക പങ്ക് വഹിക്കുന്നു എന്നതിന്റെ ഒരു നേർക്കാഴ്ചയും ഈ അഭ്യാസം നൽകും. 77 യുദ്ധവിമാനങ്ങൾ, 43 ഹെലികോപ്റ്ററുകൾ, 8 ഗതാഗത വിമാനങ്ങൾ എന്നിവ വിന്യസിക്കും. കൂടാതെ 277 ആയുധങ്ങളും 12,000 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കും. ഭാവിയിലെ യുദ്ധങ്ങളിൽ വിജയിക്കാനുള്ള വ്യോമസേനയുടെ കഴിവ്, പ്രതിരോധ ശക്തി, ദീർഘദൂര ലക്ഷ്യത്തിലെ മികവ് എന്നിവ ഈ അഭ്യാസം പ്രകടമാക്കുമെന്ന് വ്യോമസേന വൈസ് ചീഫ് എയർ മാർഷൽ നാഗേഷ് കപൂർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. തേജസ്, റാഫേൽ, ജാഗ്വാർ, മിറേജ് 2000, സുഖോയ് 30, MKI, MiG-29, ഹോക്ക് C-130J, C-295, C-17 ചേതക്, MLH, MK-4, MK-17-4, LCH, അപ്പാച്ചെ, ചിനൂക്ക്, റിമോട്ട്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റ് എന്നിവയുൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ, ഗതാഗതം, ഹെലികോപ്റ്റർ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുടെ പൂർണ്ണ സ്പെക്ട്രം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. പകൽ, സന്ധ്യ, രാത്രി സമയങ്ങളിൽ ദൗത്യങ്ങൾ നടത്തുന്ന ഷോർട്ട് റേഞ്ച് ലോയിറ്ററിംഗ് മ്യൂണിഷൻസ്, ആകാശ് സ്പൈഡർ, കൗണ്ടർ അൺമാൻഡ് ഏരിയൽ സിസ്റ്റംസ് തുടങ്ങിയ നൂതന ആയുധ സംവിധാനങ്ങളും ഈ അഭ്യാസത്തിൽ ഉൾപ്പെടും. അച്ചൂക്ക്, അഫേദ്യ ഔർ സദീഖ് എന്ന അടിസ്ഥാന മൂല്യങ്ങളാൽ നയിക്കപ്പെടുന്ന ഈ അഭ്യാസം ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഘടനയിലെ ഒരു പ്രധാന ഘടകമെന്ന നിലയിൽ വ്യോമസേനയുടെ പങ്ക് വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് രാജ്യത്തെ ബോധ്യപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. വായുശക്തി 2026 ഫെബ്രുവരി 27-ന് പൊക്രാനിൽ നടക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യത്തെ പ്രധാന ഫയർ പവർ പ്രകടനമാണിത്. പകൽ, വൈകുന്നേരം, രാത്രി പ്രവർത്തനങ്ങളിൽ 277 ആയുധങ്ങൾ ഉപയോഗിച്ച് 12,000 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വിന്യസിക്കും. റാഫേൽ, Su-30, തേജസ്, പ്രചന്ദ് എന്നിവ പ്രവർത്തനങ്ങളിൽ കാണപ്പെടും. അതേസമയം ആകാശ്, സമർ സംവിധാനങ്ങളും അവയുടെ ഫയർ പവറും പ്രദർശിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.